നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വാർത്തകൾ വിശദമായി നോക്കാം. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്നു. ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ. ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഭീഷണികൾ രാജ്യത്തെ ഒന്നിപ്പിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ്. ഇറാൻ മരിച്ചെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തെന്ന് ഇറാൻ അവകാശപ്പെട്ടു. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചയുമായി തുർക്കി രംഗത്തെത്തി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് IRGCയുടെ പ്രതികരണം. ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ്. പിന്നാലെ ഇറാനെതിരുള്ള ഭീഷണികൾ സധൈര്യം നേരിടുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം പുറത്തുവന്നു. ഭീഷണികൾ രാജ്യത്തെ ഒന്നിപ്പിക്കും, ശത്രു രാജ്യങ്ങൾക്കൊഴികെ ഹോർമുസ് തുറക്കുമെന്നും എക്സിലൂടെ പെസഷ്കിയാൻ വ്യക്തമാക്കി. അതിനിടെ ഇറാൻ മരിച്ചെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇനി അമേരിക്കയുടെ ശത്രു ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നും ട്രംപ്. ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമുസിന്റെ തെക്കൻ തീരത്ത് വെച്ച് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തെന്ന് അവകാശപ്പെട്ട ഇറാൻ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. പശ്ചിമേഷ്യൻ യുദ്ധം അപകടകരമായ ഘട്ടത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചയുമായി തുർക്കി രംഗത്തെത്തി. ഇറാൻ, ഈജിപ്ത്, US, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി തുർക്കി ചർച്ച നടത്തി. അമേരിക്കയുടെ നിലപാട് സുപ്രധാനമെന്നും തുർക്കി. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്ന് ഇറാൻ. സൗദി അറേബ്യ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധ സേന തകർത്തു. ഇറാൻ എംബസി ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ സൗദി ഉത്തരവിട്ടു. ഇറാന്റെ നടപടികളെ അപലപിച്ച് GCC സെക്രട്ടറി ജനറൽ രംഗത്തെത്തി. അതിനിടെ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 പേർ മരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണത്തിനാണ് ഇന്ന് GCC രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത്. UAE ലക്ഷ്യമിട്ടെത്തിയ 4 ബാലിസ്റ്റിക് മിസൈലുകളും 25 ഡ്രോണുകളും പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തു. UAEയിൽ പരിക്കേറ്റവരുടെ എണ്ണം 160 ഉയർന്നു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ 20 ഡ്രോണുകൾ പ്രതിരോധ വിഭാഗം വിജയകരമായി തകർത്തു. റിയാദ് നഗരത്തിന് നേരെ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകളിൽ 1 ആകാശത്ത് വെച്ച് നശിപ്പിച്ചു. മറ്റു 2 മിസൈലുകൾ വിജനമായ പ്രദേശത്താണ് പതിച്ചത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടെ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണു. പതിവ് ഡ്യൂട്ടിക്കിടെയുണ്ടായ സാങ്കേതിക തകരാറാണ് കാരണം. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരും മരണപ്പെട്ടു. ഈ അപകടത്തിന് നിലവിലെ ഇറാൻ-ഇസ്രായേൽ സംഘർഷവുമായി ബന്ധമുള്ളതായി സൂചനകളില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളുമായി സൗദി രംഗത്തെത്തി. റിയാദിലെ ഇറാൻ എംബസിയിലെ മിലിറ്ററി അറ്റാഷെ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ സൗദി ആവശ്യപ്പെട്ടു. 2023 ബീജിംഗ് കരാറിന്റെ ലംഘനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സൗദി ആരോപിച്ചു. ഇതിനിടെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദേവി രംഗത്തെത്തി. അടിസ്ഥാന സൗകര്യങ്ങൾക്കും എണ്ണ നിലയങ്ങൾക്കും നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 24 ജിദ്ദ. രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയിൽ ആശങ്ക തുടരുന്നു. ക്രൂഡ് ഓയിൽ ബാരലിന് $150 എത്തിയാൽ സാധാരണ പെട്രോൾ ഡീസൽ വില കൂട്ടിയേക്കും. കേരളത്തിൽ സർക്കാർ വകുപ്പുകൾക്ക് ഇന്ധനം കടം നൽകാനാകില്ല എന്ന് പമ്പുടമകൾ അറിയിച്ചു. രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഹ്രസ്വ ദീർഘകാല നടപടികൾ യോഗത്തിൽ വിലയിരുത്തി. സംഘർഷം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതാണ് എണ്ണ കമ്പനികളെ വിലവർധനയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. നിലവിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $120 വില. ഇത് $150 എത്തുകയാണെങ്കിൽ സാധാ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് എണ്ണ കമ്പനികളുടെ മുന്നറിയിപ്പ്. ഇതിനു പുറമെ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കാമെന്ന് വ്യോമയാന മന്ത്രാലയവും വ്യക്തമാക്കി. അടുത്ത മാസം മുതൽ വിമാന കമ്പനികളെ പ്രതിസന്ധി ബാധിക്കുമെന്ന് എയർ ഇന്ത്യയും ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ 47,236 ടൺ LPGയുമായി അമേരിക്കയിൽ നിന്നുള്ള പിക്സിക്സ് പൈനിയർ കപ്പൽ മംഗലാപുരം തുറമുഖത്തെത്തി. ഇതിനു പുറമെ 2 ഇന്ത്യൻ LPG കപ്പലുകൾ ഉടൻ ഹോർമോസ് കടലിടുക്ക് കടക്കുമെന്നാണ് വിവരം. അതേസമയം കേരളത്തിലും ഇന്ധന പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. സർക്കാർ വകുപ്പുകൾക്കിനി ഇന്ധനം കടം നൽകാനാവില്ലെന്നാണ് പമ്പ് ഉടമകളുടെ നിലപാട്. കുടിശ്ശിക തുക ഉടൻ തരണമെന്ന് ചൂണ്ടിക്കാട്ടി പമ്പ് ഉടമകളുടെ സംഘടന മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകൾക്കും കത്തയച്ചു. പോലീസ് വകുപ്പ് മാത്രം നൽകാനുള്ളത് 400 കോടിയെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് വോട്ടുത്സവം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം കേരള ഇലക്ഷൻ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. CPIM BJP ഡീലെന്ന കോൺഗ്രസ് ആരോപണത്തിൽ വിവാദം കനക്കുന്നു. ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും KC വേണുഗോപാലും ഇന്നും രംഗത്തെത്തി. ആരോപണം അസംബന്ധമെന്ന് CPIMും ആരോപണത്തിന് പിന്നിൽ പരാജയഭീതിയെന്ന് NDAയും മറുപടി നൽകി. അതേസമയം പാലക്കാടും നേമത്തും കോൺഗ്രസ് BJP ഡീലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട NS നുസൂർ ആരോപിച്ചു. പാലക്കാടുൾപ്പെടെ 10 മണ്ഡലങ്ങളിൽ CPIMും BJPയും തമ്മിൽ ഡീലുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി CPIM BJPയെ സഹായിക്കുന്നുവെന്നാണ് UDF നേതാക്കളുടെ വിമർശനം. എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രമുള്ള ഈ 2020 എവിടെയൊക്കെയാണ് കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? NDAയിലെ ചില ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പല സ്ഥലത്തും CPM സ്ഥാനാർത്ഥികളെ പരസ്പരമുള്ള കൈമാറലാണിത്. വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടില്ല, കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. BJPക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ള ജനവിഭാഗങ്ങൾ വളരെയധികം ഉൾക്കൊള്ളുന്ന ആ മണ്ഡലത്തിൽ അവിടെ UDFന്റെ വോട്ട് ക്യാച്ച് ചെയ്യാൻ സ്വന്തം തന്നെ കൊണ്ടുപോയി നിർത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താ? BJP എങ്ങനെയെങ്കിലും ജയിച്ചോട്ടെ എന്നാണ്. എന്നാൽ ഡീൽ വിവാദം ഏറ്റെടുക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. ലോക റെക്കോർഡിനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നുണ പറയുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും തള്ളിക്കളി അസംബന്ധമാണെന്നും കളവാണെന്നും നുണയാണെന്നും ആരോപണങ്ങൾ NDA നേതാക്കളും തള്ളിയിട്ടുണ്ട്. അധികാരം കിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ VD സതീശന് മനസ്സിലായി നൂലിൽ കെട്ടി KC വേണുഗോപാലിനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റൊരാൾക്കും വേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തെ കലർത്തിക്കൊണ്ടാണോ ഈ വിഷയത്തെ വഴിമാറ്റി വിടാൻ വേണ്ടി ശ്രീമാൻ VD സതീശൻ പരിശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നോക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ പറയട്ടെ, ഞങ്ങൾ ഇന്നയാളെ കണ്ടു, എന്ത് ഡീലാണ് നടത്തിയിരിക്കുന്നത്, എന്താണ് ഡീല്? അതിനിടെ പാലക്കാടും നേമത്തും കോൺഗ്രസ് BJP ഡീലെന്ന ആരോപണം കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട കോൺഗ്രസ് നേതാവ് NS നുസൂർ ആവർത്തിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. വർഗീയ പരാമർശത്തിൽ BJP നേതാവും ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ B ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്ത് പോലീസ്. ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തത്. സാമുദായിക വികാരം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. വർഗീയ പരാമർശത്തിൽ ഉറച്ചുനിന്ന B ഗോപാലകൃഷ്ണൻ ഇന്നും പരാമർശം ആവർത്തിച്ചു. തുടർച്ചയായ വർഗീയ പരാമർശത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. ജനാധിപത്യ പ്രാതിനിധ്യ നിയമം, മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. B ഗോപാലകൃഷ്ണൻ സാമുദായിക വികാരം ഉപയോഗിച്ച് വോട്ട് നേടിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. അതേസമയം ഗുരുവായൂരിലെ വർഗീയ പരാമർശത്തിൽ ഉറച്ചുനിൽക്കുകയാണ് B ഗോപാലകൃഷ്ണൻ. വിവാദ പരാമർശത്തിൽ ഉറച്ചുനിൽക്കുക മാത്രമല്ല, ഇന്ന് വീണ്ടും കടുത്ത പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊക്കെ അന്വേഷിക്കും. B ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ് അല്ലേ? അവിടെ ഹിന്ദു MLA മാരാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും. ഗുരുവായൂരിൽ മുസ്ലിം MLA മാരുണ്ടായിട്ടുണ്ട്.
പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ചില സവിശേഷതകളാണ്. പിന്നെ BJP-ക്കാർ ഇത് പറയണതിൽ വല്ല അത്ഭുതം ഉണ്ടാവില്ല. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നു. 24 തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPIM മുൻ നേതാവുമായ G. സുധാകരൻ. പിണറായി വിജയിക്കുന്ന ധർമ്മടത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ജയിക്കും. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശത്തിൽ അഭിമാനമെന്നും UDF ജനറൽ ബോഡി യോഗത്തിൽ G. സുധാകരന്റെ മറുപടി. G. സുധാകരന് പാർലമെന്ററി വ്യാമോഹമെന്ന് CPIM നേതാക്കൾ ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശന ശരം. 9ാം തവണയാണ് പിണറായി വിജയൻ മത്സരിക്കുന്നത്. ജയിക്കുന്നത് ധർമ്മടത്ത് നിന്ന് മത്സരിക്കുന്നതുകൊണ്ടാണെന്നും ആര് നിന്നാലും അവിടെ ജയിക്കുമെന്നും G. സുധാകരൻ. പാർലമെന്ററി വ്യാമോഹമാണ് മുഖ്യമന്ത്രിയുടെ പറഞ്ഞതാ പറയുന്നത്. അദ്ദേഹം 9 തവണ മത്സരിച്ചു, അവിടെ തോക്കത്തില്ലാരും, ആ സീറ്റ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ജയിച്ചത്. G. സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനും മറുപടി. ചെറ്റയെന്ന് വിളിച്ചതിൽ അഭിമാനം. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ലെന്നും പരിഹാസം. ചെറ്റായെന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ചെറ്റപ്പുഴകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. എന്നാൽ ദീപോട ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല, നിഘണ്ടു വായിച്ചിട്ടില്ല. അമ്പലപ്പുഴയിൽ നടന്ന UDF ജനറൽ ബോഡി യോഗത്തിലെ പ്രസംഗത്തിലാണ് G. സുധാകരൻ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചത്. G. സുധാകരനോട് സഹതാപമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. സത്യം പറഞ്ഞാൽ ആ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നും, സഹതാപം തോന്നും. ചില വ്യക്തിത്വങ്ങൾക്ക് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി കൂടിയിട്ട് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം. G. സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചത് തലകീഴായാണെന്നും നിലവിലെ അവസ്ഥയിൽ സഹതാപം അർഹിക്കുന്നില്ല എന്നും A. വിജയരാഘവൻ പരിഹസിച്ചു. 24 ആലപ്പുഴ. കോഴിക്കോട് കൊടുവള്ളി മുൻ MLA-യും ഇടത് സഹയാത്രികനുമായിരുന്ന കാരാട്ട് റസാഖ് തിരികെ മുസ്ലിം ലീഗിൽ. പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് കാരാട്ട് റസാഖ് അംഗത്വം സ്വീകരിച്ചു. ചേർത്ത് പിടിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയമെന്ന് കാരാട്ട് റസാഖ് കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിരിക്കെ മുൻ ഇടത് MLA കാരാട്ട് റസാഖിനെ തിരികെ എത്തിച്ച് മുസ്ലിം ലീഗ്. ിൽ മുസ്ലിം ലീഗ് വിട്ട കാരാട്ട് റസാഖ് ഇടതു സ്വതന്ത്രനായി കൊടുവള്ളിയിൽ അട്ടിമറി വിജയമാണ് നേടിയത്. 2021 മത്സരിച്ചെങ്കിലും MK മുനീറിനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു കാലമായി CPM-മായി അകൽച്ചയിലായിരുന്നു റസാഖ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മെമ്പർഷിപ്പ് തന്ന് എന്നെ അനുഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിലെത്തിയൊരു സുഖം കാണുന്നുണ്ട്. മറ്റേതിൻ്റെ അർത്ഥം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ജീവനോടെ UDF ട്രെൻഡാണെന്ന് തെളിയിക്കുന്നതാണ് തിരിച്ചുവരവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഇപ്പോൾ ട്രെൻഡ് UDF-ന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. കാരാട്ട് റസാഖിനെ പരിഹസിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയാൾ അവിടെ തന്നെ വന്നല്ലോ. അല്ല, ഞങ്ങൾ സഹയാത്രികയെല്ലാം ചേർന്ന് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. കാരാട്ടിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ അതിനെ കണ്ടുള്ളൂ. മദ്രസ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നും കാരാട്ട് റസാഖ് അറിയിച്ചു. 24 മലപ്പുറം. ശബരിമലയിൽ യുവതീ പ്രവേശന വിലക്ക് തുടരണമെന്ന് തന്ത്രി കണ്ഠരര് രാജീവരൻ. സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിലാണ് തന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദേവപ്രശ്നത്തിൽ യുവതീ പ്രവേശന വിലക്ക് തുടരണമെന്ന് വ്യക്തമായി എന്നും ദൈവിക ശക്തിയിൽ നിന്നുള്ള ആധികാരിക നിർദ്ദേശമായി ഇത് അംഗീകരിക്കണമെന്നും തന്ത്രി. യുവതീ പ്രവേശന വിലക്ക് കേരള സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണെന്നും തന്ത്രി സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ വ്യക്തമാക്കി. ഒമാനിലെ പ്രളയത്തിൽ മരണം 9. ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം തകർന്ന് 4 കുട്ടികൾ മരിച്ചു.
റുസ്കത്ത് വിലായത്തിലാണ് സംഭവമുണ്ടായത്. ഇന്നലെ മസ്കത്ത് ബർക്കയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ഒമാൻ ഇൻകാസ് ദേശീയ സമിതി അംഗവും പാലക്കാട് തൃത്താല സ്വദേശിയുമായ ലുബിഷാദിന്റെ ഭാര്യ ഷംല, കുട്ടനാട് സ്വദേശികളായ യൂസഫിന്റെ മാതാവ് റംല എന്നിവരാണ് മരിച്ചത്. പ്രളയത്തിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വാർത്തയോടെ വാർത്താമഴ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.